രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ കോൺഗ്രസിൽ തിരക്കിട്ട നീക്കങ്ങൾ. എതിർപ്പുമായി മുതിർന്ന നേതാക്കളും UDF ഘടകകക്ഷികളും രംഗത്ത്. സൈബർ ആക്രമണത്തിൽ അതൃപ്തി പരസ്യമാക്കി പ്രതിപക്ഷ നേതാവും പ്രതികരിച്ചു. നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിലെത്തിയാൽ പ്രതിപക്ഷത്തെ അത് പ്രതിരോധത്തിലാക്കുമെന്നാണ് മുതിർന്ന നേതാക്കളുടെ മുന്നറിയിപ്പ്. ഘടകകക്ഷികൾക്കും ഇതാണ് അഭിപ്രായം. പക്ഷേ രാഹുലിനായി ഇപ്പോഴും ഷാഫി പറമ്പിലും സൈബർ ഗ്രൂപ്പും രംഗത്തുണ്ട്. സൈബർ ഗ്രൂപ്പിന്റെ ആക്രമണത്തിൽ കടുത്ത അതൃപ്തിയിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ദൗർഭാഗ്യവശാൽ അതിനുശേഷം എന്നെ മാത്രം സിംഗിൾ ഔട്ട് ചെയ്ത് എന്നെ മാത്രം ആക്രമിക്കാം. എനിക്ക് യാതൊരു വിരോധമില്ല. കാരണം ഞങ്ങളത് അന്വേഷിച്ച ആരാണെന്ന്. ഒരു 25 പേരാണ്. ആ 25 പേർക്ക് പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധമില്ല. പാർട്ടിയുടെ ഒരു പരിപാടി പങ്കെടുക്കുന്ന ആളല്ല. യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു മാർച്ചിൽ പങ്കെടുത്തിട്ടില്ല. ഒരു പരിപാടിയിൽ പങ്കെടുക്കാത്ത കുറേ ആളുകൾ, വിദേശത്തും പുറത്തുള്ള കുറേ ആളുകൾ, അവരുണ്ടാക്കുന്ന ഫേക്ക് ഐഡിയകളും. അപ്പോൾ 25 പേര് ഇവരുണ്ടാക്കുന്ന ഫേക്ക് ഐഡിയയും കൂടി ഒരു 100 പേര് ഇങ്ങനെ ആക്രമിക്കുകയാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് പേടിച്ചോടണം. ഇനി എല്ലാവരും കൂടി എടുത്തൊരു തീരുമാനത്തിൽ എന്നെ മാത്രമാണ് പറയുമെങ്കിൽ ഞാൻ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. സ്ത്രീകളെയാണ് ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത്, കോൺഗ്രസിലെ സ്ത്രീകളെ. ഇവരെ ആക്രമിച്ചത് ഏറ്റവും വളരെ എനിക്ക് വേദന ഉണ്ടാക്കിയത്, എൻ്റെ കണ്ണ് നിറഞ്ഞു പോയത് ഉമാ തോമസിനെതിരായിട്ടുള്ള ആരോപണമാണ്. ഉമാ തോമസ് അന്ന് വീണപ്പോൾ മരിച്ചാൽ മതിയായിരുന്നു എന്ന് ഒരു കമൻറ്റ് വരെ വന്നു. ഏതെങ്കിലും കോൺഗ്രസ്സുകാരത് ചെയ്യുമോ? ഷാഫി വിഭാഗത്തിന്റെ ശക്തമായ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന കാര്യം രാഹുലിന് വ്യക്തിപരമായി തീരുമാനിക്കാമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, അടൂർ പ്രകാശ് അടക്കമുള്ള നേതാക്കൾ പ്രതികരിച്ചത്. അതേസമയം രാഹുൽ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കരുത് എന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ സെല്ലിലെ ഒരു വിഭാഗം രംഗത്തെത്തി. കോൺഗ്രസിനെ അനുകൂലിക്കുന്ന സൈബർ പ്രൊഫൈലുകളാണ് രംഗത്തെത്തിയത്. കോൺഗ്രസ് പാർട്ടി, കോൺഗ്രസ് വാരിയേഴ്സ്, കോൺഗ്രസ് ബറ്റാലിയൻ, യുവതുർക്കി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കോൺഗ്രസിന്റെ സൈബർ പേജുകളിലാണ് രാഹുലിനെതിരെ രൂക്ഷ വിമർശനം ഉയരുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.